പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസ് 18 കേരളം ഒരു വാർത്തയ്ക്ക് പിന്നാലെ തന്നെയാണ് ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട ആ കൊലപാതക പരമ്പരയുടെ ചുരുളഴിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങളുടെ വാർത്താ സംഘം മുന്നോട്ട് പോകുന്നത്. അവിടെ നിന്ന് ഒരുപാട് പുതിയ വാർത്തകൾ, പുതിയ അപ്ഡേറ്റ്സുകളൊക്കെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഓരോ ദിവസവും എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി, ഏറ്റവും പുതുതായി വരുന്ന വാർത്ത ധർമ്മസ്ഥലയിൽ കൊലയാളികൾക്ക് കുരുക്കു മുറുകുന്നു എന്നതാണ്. അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷമാണ് പോലീസ് പരാതി സ്വീകരിക്കുന്നത്. മുൻപ് പെൺകുട്ടിയുടെ തിരോധാനം അന്വേഷിക്കാൻ എത്തിയ കുടുംബാംഗങ്ങൾക്ക് അതിക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. ಯಾವ ರಕ್ಷಣೆನೂ ಕೇಳಿಲ್ಲ ನಾನು. SP ಸರ್ ಏನು ಹೇಳಿದ್ರು ನೀವು? ಒಳ್ಳೆ ಪಾಸಿಟಿವ್, ಒಳ್ಳೆ ಇದನ್ನು ಕೊಟ್ಟಿದ್ದಾರೆ, ಹೋಪ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಕಾನೂನಲ್ಲಿ ಏನೇನು ಇದು ಮಾಡಬೇಕು ಅದನ್ನು ನಾನು ಮಾಡಿಕೊಡ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದಾರೆ. ಇವರು ಅಷ್ಟೇ ಒಳ್ಳೆ ಹೋಪ್ ಕೊಟ್ಟಿದ್ದಾರೆ. ನೀವೇನು ಕೆಲಸ ಮಾಡ್ತಿದ್ದೀರಾ? ನಾನು ಇದರಲ್ಲಿ ಸೆಂಟ್ರಲಲ್ಲಿದ್ದೆ. ನಾನು ಸ್ಟೆನೋ ಆಗಿದ್ದೆ, ಮಾಮೂಲಿ SDC ಕ್ಲರ್ಕ್ ಆಗಿ ಸ್ಟೆನೋ ವರ್ಕರ್ ಆಗಿ. ಯಾವ ಸಂಸ್ಥೆ? ನಾನು ಒಂದು ಸಂಸ್ಥೆಯಲ್ಲಿ ಸೆಂಟ್ರಲಲ್ಲಿ ಅಷ್ಟೇ. ನಾನು ಅದಕ್ಕಿಂತ ಮೇಲೆ ಏನೂ ಹೇಳೋದಿಲ್ಲ ಇವಾಗ. ಸರ್, ಕಂಪ್ಲೇಂಟಲ್ಲಿ ಇವ್ರ ಮಗಳು 2003 ಇದರಲ್ಲಿ ನಮ್ಮ ಕಸ್ತೂರ್ಬಾ ಹಾಸ್ಪಿಟ್ಲಲ್ಲಿದೆ ಮಣಿಪಾಲಲ್ಲಿ, ಅಲ್ಲಿ ಮೆಡಿಕಲ್ ಮಾಡ್ತಾಯಿದ್ರು. ಅವರು ಇಲ್ಲಿ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಬಂದ ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದರು. ಅದಾದಮೇಲೆ ಇವರು ಮೊನ್ನೆ ಇವೆಲ್ಲ ಡೆವಲಪ್ಮೆಂಟ್ಸ್ ಆಯ್ತಲ್ಲ, ಅದನ್ನು ನೋಡಿಬಿಟ್ಟು ಇವ್ರ ಮಗಳು ಇಲ್ಲಿ ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದರಿಂದ ಅಕಸ್ಮಾತ್ ಏನಾದ್ರು ಇವ್ರ ಬಾಡಿಯನ್ನು ಎಕ್ಸ್ಯೂಮ್ ಮಾಡಿಸಿ ಏನಾದ್ರು ಬಾಡಿ ಸ್ಕೆಲಿಟನ್ ಏನಾದ್ರು DNA ಮ್ಯಾಚ್ ಆದರೆ ಇದನ್ನು ನಮಗೆ ಕೊಡಿ ಅಂತ ಇವರು ಹಿಂದೂ ಸಂಪ್ರದಾಯದ ಪ್ರಕಾರ ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡಿಬಿಟ್ಟು ಅವ್ರನ್ನ ಮುಕ್ತಿ ಕೊಡಿಸೋಣ ಅಂತೇಳ್ಬಿಟ್ಟು SP ಸಾರ್ ಕೇಳಿದ್ವಿ. SP ಸಾರು ತುಂಬ ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿ ಅದನ್ನು ಇಲ್ಲಿ ರೆಫರ್ ಮಾಡಿದ್ರು. ಇವರು ನಮಗೆ ಚೆನ್ನಾಗಿ ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿದ್ರು. ಎಲ್ಲ ಕೊಟ್ಟಿದ್ದಾರೆ, ಅಕ್ನಾಲ್ಮೆಂಟ್ ಕೊಟ್ಟಿದ್ದಾರೆ. ಫರ್ದರ್ ಎನ್ಕ್ವೈರಿ ಕರಿತೀನಿ ಅಂತೇಳಿ. KV ബൈജു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, വെരി ഗുഡ് മോർണിംഗ്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് ഭീഷണികൾക്ക് മുന്നിലൊന്നും വഴങ്ങാതെയാണ് ബൈജു ഈ വാർത്തയുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ പുതിയ അപ്ഡേറ്റ്സ്, ഓരോ പുതിയ വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ബൈജു എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ 22 വർഷങ്ങൾക്ക് ശേഷം പോലീസ് പരാതി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. സിനിമാ കഥകളെ വെല്ലുന്ന വിഷയം എന്നൊന്നും പറഞ്ഞാൽ അത് മതിയാകില്ല എന്നതാണ് സാഹചര്യം. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്? പ്രത്യേകിച്ച് ഒരു മേഖലയിൽ, ആ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അതിശയിച്ചു പോവുകയാണ്. ഒരു പെൺകുട്ടിയെ കാണാതായി പരാതി നൽകിയിട്ടും 22 വർഷമായിട്ടും പോലീസ് ഒന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല. ആ പെൺകുട്ടി അന്വേഷിച്ച് അവിടെ എത്തിയ കുടുംബത്തിന് ഏൽക്കേണ്ടി വന്നത് ക്രൂരമായ മർദ്ദനം. ഇത് ഒരു അനന്യ ഭട്ടിൻ്റെയോ ആ കുടുംബത്തിൻ്റെയോ കാര്യമല്ല, അതിനപ്പുറം ഒരുപാട് സ്ത്രീകളുടെ, അവരുടെ കുടുംബങ്ങളുടെ വിഷയമാണ്. ആര്യ, തീർച്ചയായും ധർമ്മസ്ഥലയിലെ മണ്ണിനടിയിൽ മൂടപ്പെട്ട രഹസ്യങ്ങൾ അത് ചുരുളഴിയാൻ പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അനന്യ ഭട്ടിന്റെ പരാതി ധർമ്മസ്ഥല പോലീസ് സ്വീകരിച്ചിരിക്കുന്നു. അതായത് 22 വർഷം മുൻപ് ഒരന്മ തന്റെ മകളെ തേടി അവിടെ എത്തിയപ്പോൾ, പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവരുടെ പരാതി സ്വീകരിക്കാതെ, മാത്രമല്ല അവർക്ക് നേരെ വലിയ ക്രൂരമായ ഒരു ആക്രമണം ഉണ്ടാവുകയും പിന്നീട് 3 മാസത്തോളം കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു CBI ഓഫീസിലെ ഉദ്യോഗസ്ഥ, ആ അമ്മയുടെ കണ്ണുനീർ, വർഷങ്ങളായുള്ള കണ്ണുനീർ, അതിനാണിപ്പോൾ ഏറ്റവും ഒടുവിലായി ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ പോലീസ് ആ പരാതി സ്വീകരിച്ചിരിക്കുന്നു. തുടർ നടപടികൾ സ്വീകരിക്കാമെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ SP ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെ എത്ര അമ്മമാരുടെ കണ്ണുനീർ, അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒരുപാട് കുഞ്ഞുങ്ങളെ ഈ മണ്ണിൽ കുഴിച്ചുകൂടപ്പെട്ടിട്ടുണ്ട്, കാണാതായിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരം വരുന്നു. ഈ കൊലയാളികൾക്ക് കുരുക്കുമുറുകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആര്യ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ആര്യ ഈ വാർത്തയുമായി എത്തിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് വലിയ ചർച്ച, ശ്രീജി ആയാലും അഭിലാഷ് ആയാലും നമ്മളത് വലിയ ചർച്ചയായി സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിനെല്ലാം ഫലം കാണുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യം പോകുന്നത്. ഏതായാലും ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം, അവർക്ക് നമ്മൾ നൽകിയ ധൈര്യം, നമ്മൾ നൽകിയ ഒരുപാട് വാർത്തകൾ, അതിനെല്ലാം ഫലം കാണുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ മണ്ണിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ളവരുടെ അറിയപ്പെടാത്ത, ആരാണെന്ന് പോലും അറിയാതെ ഒരുപാട് മൃതദേഹങ്ങളുണ്ട്. ബലാത്സംഗം ചെയ്തും അതിക്രൂരമായി പീഡിപ്പിച്ച കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ എല്ലാം ആരൊക്കെയാണ് ഇതിൽ കൊലയാളികളായി ഉൾപ്പെട്ടിട്ടുള്ളത്? ഒരു ഗ്യാങ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, ഒരു ക്രിമിനൽ സംഘം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ
എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നടപടി ആരംഭിക്കുന്നു. അത് അനന്യ ഭട്ട്, ഞാൻ നേരിട്ട് പോയി അവരെ കണ്ടതാണ്, അവരുടെ സങ്കടം കേട്ടതാണ്. 2003 ഇവരുടെ മകൾ അനന്യ ഭട്ടിനെ ഇത്തരത്തിൽ കാണാതാവുന്നത്. ധർമ്മസ്ഥലയിൽ തന്റെ സുഹൃത്തുക്കളെ ഒപ്പം ആ സ്ഥലം കാണാൻ എത്തിയതായിരുന്നു. അവർ പെട്ടെന്നായിരുന്നു ഇവരെ ഒരു സംഘം തട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് അവരെ കണ്ടിട്ടേ ഇല്ല. ഇപ്പോൾ ആ അമ്മ ആ ബൈറ്റിൽ പറഞ്ഞതും അതാണ്, അവരുടെ അന്ത്യ കർമ്മങ്ങൾ ചെയ്യാനുണ്ട് മകളുടെ. അതിനുവേണ്ടി അത് കണ്ടെത്തണം, എന്ത് സംഭവിച്ചു മകൾക്ക് എന്ന് കണ്ടെത്തണം. അതാണ് ആ അമ്മ ആ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അമ്മ അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ, അതായത് ഈ 2003 ഈ സംഭവം നടന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഇവരുടെ പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. മാത്രമല്ല ഇവർക്ക് വലിയ ആക്രമണം നേരിടേണ്ടി വന്നു. അവർ എന്നിട്ടും ഈ പിടിച്ചു നിന്നു. പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ അവർക്ക് ഇത്തരം ഒരുപാട് കുടുംബങ്ങൾക്ക്, ഈ ഒരു കുടുംബമല്ല 100ഓളം പേരെ താൻ തന്നെ ഇത്തരത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തുന്നു. 484 മിസ്സിംഗ് കേസുകൾ 10 വർഷത്തിനിടെ 2021 മുൻപ് ഈ ഒരു ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് പേരുടെ ഈ ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ചുള്ള ചുരുളുകൾ അഴിയുന്നു. ഇതിന്റെ കൊലയാളികളിലേക്ക് പോലീസ് അന്വേഷണം എത്തുന്നു. മാത്രമല്ല ഇപ്പോൾ ഇതിലൊരു ഉന്നതതല അന്വേഷണം, അതായത് കർണാടക സംസ്ഥാന DGPയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ഉന്നത സംഘം, പ്രത്യേകമായ ഒരു സംഘം അന്വേഷിക്കണമെന്ന ഒരു ആവശ്യം ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും സർക്കാർ പരിഗണനയിലാണ്. ഏതായാലും കർണാടക സർക്കാർ ഇപ്പോൾ ഈ വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വളരെ ഗൗരവത്തിലെടുത്തിരിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആദ്യമായി ഈ 40 വർഷത്തോളമായി നടക്കുന്ന ഈ ക്രൂരകൃത്യത്തിന് അതിന് ഒരു പ്രതികരണം വന്നിരിക്കുന്നു. അതായത് പ്രത്യേക അന്വേഷണ സംഘം വേണമെന്നൊരു ആവശ്യം തന്നെയാണ് അവരും ഉന്നയിച്ചത്. വളരെ ഗൗരവമായി ഈ വിഷയം എടുക്കണം. കാരണം പെൺകുട്ടികളും അതുപോലെ തന്നെ യുവതികളും ഒക്കെയാണ് ഇവിടെ അതിദാരുണമായി കൊല്ലപ്പെട്ടത്. ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകരുത്. ഈ നാട്ടിലുള്ളവർക്ക് മനസമാനത്തോടെ അവിടെ ജീവിക്കാൻ പറ്റണം. മാത്രമല്ല പുറത്തു നിന്നും ആളുകൾ വരുന്നുണ്ട്, അവർക്ക് സുരക്ഷിതത്വം വേണം. അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടൽ വരുന്നു. കേരളത്തിൽ നിന്നും വലിയ പിന്തുണയാണ് ഈ ഒരു സംഭവത്തിന് ഉണ്ടാകുന്നതെന്നും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പല ജനപ്രതിനിധികളായാലും ഇത്തരത്തിലുള്ള പ്രവർത്തകരായാലും നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. ഒരുപാട് പുതിയ ആളുകൾ ഈ ഇത്തരം ഇവർക്ക് നേരിട്ട അനുഭവവുമായി രംഗത്ത് വരുന്നുണ്ട്. അത് നമ്മളുമായി പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വാർത്ത വലിയ തോതിൽ ഫലം കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. ഇനി ഏറ്റവും പ്രധാനം, ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ തന്നെ ഈ മുൻ ജീവനക്കാരൻ വെളിപ്പെടുത്തിയ ആ സ്ഥലങ്ങൾ കുറിച്ച് പരിശോധിക്കണം. അതിനുള്ള നടപടികളും പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും വൈകാതെ തന്നെ അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കും. കുഴിച്ച് പരിശോധിക്കണം എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ പോലീസ് തയ്യാറായില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് കുഴിച്ച് പരിശോധന നടത്തും, തെളിവുകൾ പുറത്തേക്ക് എത്തിക്കും എന്ന നിലയിലേക്ക് പോലും പ്രതികരണങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അന്വേഷണത്തോടെ ഈ ഘട്ടത്തിൽ പൂർണ്ണമായ സംതൃപ്തി ആക്ഷൻ കമ്മിറ്റിക്കുണ്ടോ? തീർച്ചയായും ആര്യ, ഇത് ഇപ്പോൾ നടക്കുന്ന ഈ അന്വേഷണം, അതായത് ഈ അനന്യ ഭട്ടിന്റെ കേസ് തിരോധാനം സംബന്ധിച്ച് തന്നെ എടുത്താൽ, അത് ഇത്രയും വർഷമായി 20 വർഷത്തിലേറെയായി നടന്നൊരു സംഭവത്തിൽ ഒരു പരാതി പോലും സ്വീകരിക്കാൻ തയ്യാറാത്ത സാഹചര്യം. അതിൽ ഒരു പരാതി നൽകിയപ്പോൾ തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അമ്മയും അഭിഭാഷകനും എത്തിയത്. ആദ്യം മംഗളൂരുവിലെത്തി ഈ ദക്ഷിണ കന്നഡ ജില്ലാ മേധാവി, പോലീസ് മേധാവിയെ കാണുന്നു, ഡോക്ടർ K. അരുണിനെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ധർമ്മസ്ഥലയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ ഇവരെത്തുന്നു. അവിടെ പരാതി നൽകുന്നു. ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകുന്നു. അത്തരത്തിലൊരു ഉറപ്പ് നൽകുന്നത് തന്നെ ഈ അമ്മമാർക്കെല്ലാം അല്ലെങ്കിൽ ഈ സഹോദരിമാർക്കൊക്കെ വലിയ ആശ്വാസമാണ്. കാരണം ഇവർക്ക് ഇത് പുറത്തു പോലും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പോൾ. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത ഒരിടം. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെ പരാതിയുമായി രംഗത്ത്. ഇനി കൂടുതൽ പേർ ഇതിൽ പരാതിയുമായി രംഗത്ത് വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഭേദവല്ലി ടീച്ചറുടെയും ആയാലും പത്മാവതിയുടെ ആയാലും ജോയിയുടെ ആയാലും അനന്യ ഭട്ടിന്റെ ആയാലും ഇത്തരത്തിൽ ഒരുപാട് ആളുകളുടെ ഈ തിരോധാനവും അതിക്രൂരമായ നിലയിൽ കൊലപാതകവും അതൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഇതിന്റെ പിന്നിൽ ആരൊക്കെ എന്ന കാര്യത്തിൽ അതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഓരോ സമയത്തും ഒരു കൂട്ടം അഭിഭാഷകർ വലിയ തോതിൽ ഇതിന് പിന്തുണ നൽകുന്നു. പൊതുസമൂഹം ഒന്നാകെ ഇപ്പോൾ ഇവർക്ക് ഒപ്പം നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ധർമ്മസ്ഥലയിലെ കൊലപാതകം
പരമ്പര എത്തിയിരിക്കുന്നു. അതിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. എന്തായാലും ഇന്ന് ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധർമ്മസ്ഥല പോലീസിനെ സംബന്ധിച്ച് അത്തരം നടപടികളിലേക്ക് മുന്നോട്ട് പോകും. മാത്രമല്ല, മുൻ ശുചീകരണ തൊഴിലാളി കൃത്യമായി മൊഴിയുണ്ട്. അദ്ദേഹം ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്നത്. കാരണം തന്നെ നിയോഗിച്ചത്, തന്നെ ഭീഷണിപ്പെടുത്തി തന്നെ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ ഇവിടെയൊക്കെ ഒരു സംഘമുണ്ട്. അവരെ കുറിച്ചെല്ലാം കൃത്യമായി അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. അത് കോടതിയിൽ രഹസ്യമൊഴിയായും നൽകിയിട്ടുണ്ട്, പോലീസിൽ നേരിട്ടെത്തിയും മൊഴി നൽകിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ മുന്നിലുണ്ടാകുമ്പോൾ അന്ന് ഇത്തരത്തിലുള്ള നീച പ്രവൃത്തി ചെയ്തവർ ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. മാത്രമല്ല, അവരുടെ സംഘം ഇപ്പോഴും ഇവിടെ സജീവമാണ്. അവരെയൊക്കെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനപ്പുറം ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്ന കാര്യത്തിൽ ഇന്നോ നാളെയോ തീരുമാനമുണ്ടാകും. ഒപ്പം ജീവനക്കാരൻ മൊഴി നൽകിയ സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കാനുള്ള നടപടിയും പോലീസ് ഉടൻ തന്നെ ആരംഭിക്കും. തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങളുമായി ചേർത്തത്. എന്തായാലും അന്വേഷണം ഇപ്പോൾ ഊർജിതമായി പുരോഗമിക്കുന്നു എന്നത് ആശാവഹം തന്നെയാണ്. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ നിരവധിയാർന്ന പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ തിരോധാനത്തിൽ ഈ വൈകിയ വേളയിലെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ട് എന്നത് തന്നെ ആശ്വാസകരമാണ്. എന്തായാലും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നുമുണ്ട് ന്യൂസ് 18 വാർത്ത ഫലം കാണുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും പലതരത്തിലുള്ള ഇടപെടലുകൾ, അന്വേഷണത്തിന് പുരോഗതിയൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് നിരന്തരം മറ്റ് ഭീഷണികളെയൊക്കെ മറികടന്നുകൊണ്ട് ന്യൂസ് 18 കേരളം വാർത്ത നൽകുന്നത് കൊണ്ടുകൂടി തന്നെയാണെന്ന് എടുത്തു പറയണം. എന്തായാലും നീതി ലഭിക്കുന്നത് വരെ ഈ പോരാട്ടം തുടരുകയും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പറയട്ടെ.